കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യം, ഇലക്ഷൻ കഴിഞ്ഞു എന്നും തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് ഇനി അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലം അവർ എന്തിനു വേണ്ടിയാണോ പണിയെടുത്തത് ആ പണി അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെയോ ആ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളെയോ അല്ലെങ്കിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളെയോ ഒന്നും തന്നെ കാണാതെ, കണക്കിലെടുക്കാതെ, വിമർശിക്കാതെ അദ്ദേഹം 5 കൊല്ലം പറഞ്ഞ കടക്കു പുറത്ത് പോലെയുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങളും, വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന വിഷയങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം രാഷ്ട്രീയം ചെറ്റത്തരം എന്ന് പറഞ്ഞ വിഷയങ്ങളുമൊക്കെ എടുത്തുകൊണ്ടാണ് ഇവരിപ്പോഴും കാവടിയാടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാൻ ഇപ്പോഴും മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഇന്ന് തന്നെ നിരവധി ചാനലുകളിൽ വന്നിട്ടുള്ള പല വാർത്തകളും ഞാൻ കേട്ടു. അതായത് പ്രോടൈം സ്പീക്കറായിട്ട് ജി സുധാകരനാണ്. ആ ജി സുധാകരനാകുമ്പോൾ ഇനി ചെറ്റയുടെ മുമ്പിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും പിണറായി വിജയൻ എന്നൊക്കെ പറയുന്ന വാചകങ്ങളൊക്കെ കേട്ടു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം കട്ട് ചെയ്യുകയും തരം കട്ട് ചെയ്യുകയും ചെറ്റ എന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ പിണറായി വിജയനെ ചെറ്റ, മുഖ്യമന്ത്രി ചെറ്റയാണ് എന്ന് പറഞ്ഞ കെ സുധാകരനെതിരെ ഇവർക്ക് ആർക്കും ഒരു രോഷവും കൊണ്ടില്ല. അങ്ങനെ വളരെ സെലക്റ്റായി പിക്ക് ചെയ്യുന്ന വാർത്തകൾ മാത്രം എടുത്തുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. അതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട എന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന സ്ട്രോങ് ആയ ഒരു കരുതൽ മുഖ്യൻ, കാവലാളാകുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു ഇമേജ് അത് തകർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരത്തരത്തിലുള്ള ഒരു തകർക്കാനുള്ള ശ്രമം വളരെ ഓരോരോ ഘട്ടമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി, വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശദാംശങ്ങളടങ്ങിയ പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കിയത്. ആ പ്ലാനിങ്ങുകളെക്കുറിച്ചെല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു 1 മണിക്കൂർ 42 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റ് നാളെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് BCC വിത്ത് രതീഷ് ചക്രപാണി, ബിൽഡിംഗ് കോമൺ കോൺഷ്യസ്നസ്, ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ പൊതുബോധ നിർമ്മിതിക്കും അപ്പുറം എന്നുള്ളതാണ്, പൊതുബോധങ്ങൾക്കും അപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അത്തരത്തിൽ എങ്ങനെയാണ് പൊതുബോധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഒഴിവാക്കിയത്. ഇതൊന്നും കഴിഞ്ഞിട്ട് പോലും, ഇത് പിണറായി വിജയൻ്റെ കേസിൽ മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നത്, പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യയിൽ ജയിക്കുന്നത്, എർദോഗാൻ തുർക്കിയിൽ ജയിക്കുന്നത്, ഇത്തരത്തിലെല്ലാം തന്നെ വളരെ കൃത്യമായി മീഡിയകളെയും സോഷ്യൽ മീഡിയകളെയും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ആ പോഡ്കാസ്റ്റിലുണ്ട്. നാളെ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം എന്നാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത്. അതും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ പറയാമെന്ന ടോപ്പിക്ക് അതുമാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ നമ്മുടെ മാധ്യമങ്ങൾക്ക് വിട്ടുപോയിട്ടില്ല. ആ മാധ്യമങ്ങൾ ഇപ്പോഴും നിരന്തരമായി പിണറായി വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് ഈ വേട്ടയാടൽ കൂടിയത് എന്നുള്ളത് കൂടി നിങ്ങൾ കാണണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പൊന്നും കൊണ്ട് ഞങ്ങളെ തളർത്താൻ കഴിയില്ല, അതിൻ്റെ തോൽവികളൊന്നും കൊണ്ട് ഞങ്ങൾ ഒരു തീയായി തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള പ്രസംഗമാണ്. ആ പ്രസംഗമൊക്കെ തന്നെ ഈ മാധ്യമങ്ങളെയും ഇത്തരത്തിൽ ഒരു അപനിർമ്മിതികൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയക്കാരെയും ഒക്കെ തന്നെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, CPM-നകത്തിൽ നിന്ന് ഇത്തരത്തിൽ ഉയർന്നു വന്ന M സ്വരാജിനെ ആണെങ്കിലും നികേഷിനെ ആണെങ്കിലും ഒക്കെ തന്നെ ഇതുപോലെ തകർക്കാൻ വേണ്ടി പ്രത്യേകിച്ചും മൗദൂദിയൻ, മീഡിയ വൺ പോലെയുള്ള ചാനലുകളും, അതുപോലെ തന്നെ ഈ പറയുന്ന ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളും മനോരമ അടക്കമുള്ള പത്രങ്ങളും ഒക്കെ തന്നെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പുതിയതായിട്ടൊരു വാർത്ത കൂടി ചമക്കുന്നത്, എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും എല്ലാ ഈ പറയുന്ന പോലെ പാർട്ടി കമ്മിറ്റികളിലുമെല്ലാം തന്നെ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണെന്നും ഒരുപക്ഷെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പോലും മാറേണ്ടി വരും എന്നുമൊക്കെയുള്ള വലിയ പ്രകടനങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ചില റിപ്പോർട്ടുകൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലാ കമ്മിറ്റികൾ, കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ തന്നെ നിരവധി ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് തോൽവിക്ക് കാരണമെന്ന് പറയുന്നു. മറ്റ് നിരവധി പ്രശ്നങ്ങൾ പറയുന്നു. ഇതെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി ലാസ്റ്റ് ആ വരികൾക്ക് താഴെ എഴുതി വെച്ചേക്കാണ്. ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വായിച്ച് ഞാൻ ചിരിച്ചുപോയി. ഇതെല്ലാം ശരിയാണ്, നിർഭയമായ ആളുകൾ തുറന്നടിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ എഴുതി വെച്ചിരിക്കുന്നത്, പിണറായി വിജയൻ പക്ഷെ മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പാർട്ടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പിടിയിലാണ്, അദ്ദേഹത്തിൻ്റെ ഭയന്നാണ് ബാക്കിയുള്ളവർ കഴിയുന്നത് എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ശരിയാകാൻ പറ്റില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ആളുകൾക്ക് ഭയമുണ്ട്, അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല.
അല്ലാതെ ഭയമുണ്ടായിട്ട് ഓവർ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് പറയുന്ന അല്ല അർത്ഥമില്ല. അതിൽ തന്നെ ഒരു റിപ്പോർട്ട് പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറിയിലും ഒക്കെ MP ഗോവിന്ദൻ മാഷടക്കം പങ്കെടുത്തു. പക്ഷേ ഗോവിന്ദൻ മാഷിനെയും പിണറായിയും ഒക്കെ ആളുകൾ രൂക്ഷമായി വിമർശിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ പറയുന്നത് പാർട്ടി ഇവരുടെ പിടിയിൽ തന്നെയാണ്, അത് ആളുകളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഇവർ വിളിച്ചു പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കാർക്കണം. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാത്തതുകൊണ്ടും ഇതിനോട് പ്രതികരിക്കാത്തതുകൊണ്ടും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പാർട്ടി പ്രവർത്തകരടക്കമുള്ള പാർട്ടി അനുഭാവികളടക്കമുള്ള 7 ലക്ഷത്തോളം വരുന്ന പാർട്ടി പ്രവർത്തകരേ ഉള്ളൂ. അപ്പോൾ മെമ്പർമാരായിട്ട് ഏതാണ് 5 ലക്ഷത്തിലധികം വരുന്ന ഫുൾ ടൈം മെമ്പർമാരും കാൻഡിഡേറ്റ് മെമ്പർമാരായിട്ട് 2 ലക്ഷം പേരേ ഉള്ളൂ എന്ന് പാർട്ടി വിചാരിക്കണം. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് വേണ്ടി 81 ലക്ഷം വോട്ടാണ് LDF കിട്ടിയത്. ആ 81 ലക്ഷത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു 65-70 ലക്ഷം വോട്ടും CPM-ൻ്റെയാണ്. ആ 70 ലക്ഷം വോട്ടിൽ 7 ലക്ഷം പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ ബാക്കി 63 ലക്ഷം വോട്ടുണ്ട്. ഈ 63 ലക്ഷം അനുഭാവികളും വിചാരിക്കുന്നത് എന്താ, പാർട്ടിയിലെ നേതാക്കൾക്കും പാർട്ടിയിലെ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കൊന്നും തന്നെ പിണറായി വിജയനിൽ വിശ്വാസമില്ലെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തോന്നലുണ്ടാക്കാൻ അവർ വീണ്ടും കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പാർട്ടി ഇതിനെതിരെ മിണ്ടുന്നില്ല എന്നുള്ളത് ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെതിരെ കൃത്യമായി പാർട്ടി സംഘടനകളിലെ വലിയ നേതാക്കന്മാർ തന്നെ പത്രസമ്മേളനം നടത്തേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ല, പിണറായി വിജയനെ ഇതുപോലെ വൈകാരികമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളരെ കൃത്യമായി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കുക എന്നുള്ളത് ന്യൂഡൽഹിയിൽ നമുക്കറിയാം. ഡൽഹിയിൽ യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചും ഇതുപോലെ റിസർച്ച് നടത്തിയതിനു ശേഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു കേസ് അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുക്കുകയും മദ്യനെ അഴിമതി കേസ് തന്നെ അതാവുകയും, ആ മദ്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മദ്യം, രണ്ടാമത്തെ അതിൻ്റെ പുറത്ത് അഴിമതി, ഇത് രണ്ടും തന്നെ വളരെ മോശപ്പെട്ട കാര്യമായി ജനങ്ങൾ കരുതുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ അദ്ദേഹത്തിന് കുറക്കാൻ കഴിയുമെന്ന് അവർ ഏറ്റവും ആദ്യം വിചാരിച്ചു. രണ്ടാമത്തേത്, 10 കൊല്ലം ഒരു ഗവൺമെൻറ് എത്തുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കൊടുക്കുന്നു, അതുപോലെ തന്നെ വാട്ടർ ഫ്രീ ആയി കൊടുക്കുന്നു, ഇതുപോലെ നിരവധി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ 10 കൊല്ലം ഇത് ആരെങ്കിലും അനുഭവിച്ചു പോയാൽ പിന്നെ അത് അവരുടെ റൈറ്റായി അവകാശമായി എടുക്കുകയും പിന്നെ പുതിയതെന്തെങ്കിലും കിട്ടണതിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലോജിക്കുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഇപ്പം നമ്മൾക്കറിയാം, കുട്ടികൾക്ക് 4 നേരം അല്ലെങ്കിൽ 3 നേരം 4 നേരം ഭക്ഷണം കിട്ടുന്ന ഒരു ലക്ഷറി അവർ കാണുന്നില്ല. അത് കിട്ടുന്നൊരു കാര്യമാണ്. അതിനിടയ്ക്ക് അഡീഷണൽ നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി ചിലപ്പോൾ ഫുഡ് മേടിച്ച് കൊടുക്കുന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഐസ്ക്രീം മേടിച്ച് കൊടുക്കുന്നോ, മറ്റെവിടെയെങ്കിലും ടൂർ കൊണ്ടുപോകുന്നതൊക്കെ ആയിരിക്കും അവർക്കൊരു അഡീഷണൽ ഗുണമായിട്ട് കാണുക. എന്ന് പറഞ്ഞാൽ മറ്റത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുള്ളൂ, അതിനി കിട്ടുമെന്ന് പറയുന്നൊരു പൊതുധാരണ രൂപപ്പെടും. അത് ജനങ്ങളുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പറയുന്ന പോലെ ഇമേജ് തകർക്കുക, രണ്ടാമത്തെ ആ പാർട്ടിയെ തകർക്കാൻ അതിലുള്ള മിടുക്കന്മാരായിട്ടുള്ള മനീഷ് സിസോദിയെ പോലുള്ള ആളുകളെ എടുത്ത് വെക്കുക. കാരണം അവരെ തകർത്തില്ലെങ്കിൽ ഗുജറാത്തിലടക്കം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവരെ പേടിപ്പെടുത്തുക BJP. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വളരെ മൈക്രോ ലെവലിലുള്ള പ്ലാനിങ് കൊണ്ടാണ് അത് തകർത്തത് എന്നുള്ളത് മറന്നു പോകരുത്. കേരളത്തിലും അത്തരത്തിൽ പ്രോ സംഘപരിവാർ സോഷ്യൽ മീഡിയയും കോൺഗ്രസ് അനുകൂല സാറ്റലൈറ്റ് മീഡിയകളും പ്രോ സംഘപരിവാർ മീഡിയകളും ഒക്കെ ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന് പിണറായി വിജയനെയും CPM-നെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ പാർട്ടി യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ ഡിഫെൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതങ്ങനെ ഡിഫെൻഡ് ചെയ്യാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള എത്തീസ്റ്റുകളായിട്ടുള്ള RCയും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനും തെരുവോത്തും മുതൽ നിങ്ങൾ അറിയേണ്ടത് പ്രോ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന ബ്രോഡർ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന KC ഉമേഷ് ബാബു മുതൽ ഈ പറഞ്ഞ പോലെ നിരവധി ആളുകൾ മുതൽ പ്രോ സംഘപരിവാറിൻ്റെ ആളുകൾ മുതൽ തന്നെ കൃത്യമായിട്ട് ഷാജൻ മുതൽ നിരവധി ആളുകളൊക്കെ തന്നെ ഇത്തവണ എന്തായാലും BJP അധികാരത്തിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് പിണറായിയെ മാറ്റണം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇവരെല്ലാവരും കൂടി ഒന്നിക്കുകയും ഇനി ഏറ്റവും ഒടുവിൽ അരാഷ്ട്രീയക്കാരായിട്ടുള്ള യുവജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിലുള്ള പരിപാടി കൂടി BD സതീശൻ ചെയ്തത് ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ പോലും ഞങ്ങൾ അനുവദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു വോട്ടുകളുടെ മൊബിലൈസേഷൻ ഉണ്ടായതുകൊണ്ടാണ് 81 ലക്ഷം വോട്ടുകൾ LDF-ന് കിട്ടിയിട്ട് പോലും 1,50,000-ഓളം വോട്ടുകൾ നേടാൻ UDF-ന് കഴിഞ്ഞത് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരത്തിൽ ആളുകളെയൊക്കെ ഇവരെല്ലാവരും തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ അഡ്രസ്സ് ചെയ്യാനും ഇതിനെതിരെയുള്ള പ്രതിരോധം സൃഷ്ടിക്കാനും CPM മറന്നുപോയി. യഥാർത്ഥത്തിൽ CPM-ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം തന്നെ സംഘപരിവാറിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുകയും അവിടെ നിന്ന്
ഒരൈക്കണ്ണെ ടി ജി മോഹൻദാസ് മുതൽ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ വരെയുള്ള ആളുകൾ വലിയ സ്റ്റാറുകളായി അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരാളെപ്പോലും സൃഷ്ടിക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളത് കൂടിയാണ്. അത് പിണറായി വിജയൻ്റെ മാത്രം ഇപ്പോൾ ഉത്തരവാദിത്തമല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെക്കാൾ ഉപരി ഇതിൻ്റെ വലിയ ഉത്തരവാദിത്തം പാർട്ടിക്ക് കൂടിയാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. അത്തരത്തിൽ ലെഫ്റ്റായിട്ടുള്ള ആളുകളുടെ ഇടക്കോട്ട് പോലും ഇടിച്ചു കയറാനും അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാനും UDF-ന് കഴിഞ്ഞതുകൊണ്ടാണ് 2019-ലെയും 2024-ലെ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് അവർ വലിയ വിജയം കരസ്ഥമാക്കിയത്. ആ 2019-ലെ തെരഞ്ഞെടുപ്പിൽ പോലും 94-95 ലക്ഷം വോട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് 1,50,000 വോട്ടുകളിലേക്ക് എത്തിയത് ഇത്തരത്തിലുള്ളൊരു മൊബിലൈസേഷനാണ്. അതിൻ്റെ ഉത്തരവാദിത്തം വലുതും ചെറുതുമായി, ഏറ്റവും വലിയ ഉത്തരവാദിത്തം പിണറായിക്കാണെങ്കിലും അതിൻ്റെ വലുതും ചെറുതുമായ ഉത്തരവാദിത്തം പാർട്ടിക്കും പാർട്ടിയിലെ ഓരോ സഖാക്കന്മാർക്കുമുണ്ട്, വീണുപോയിട്ടുള്ള ഓരോ ആളുകൾക്കുമുണ്ട് എന്നുള്ളത് കൂടി, ഈ പ്രചരണങ്ങളിൽ വീണുപോയിട്ടുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പിണറായി മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദി.